ഈ തെന്നാലി രാമനെ പോലെ നമ്മുടെ യമധർമ്മ രാജ്യത്തിൽ പോയ മരിച്ചുപോയ ആള് യമനോട് പറഞ്ഞു, 2 സ്ഥലവും ഒന്ന് പോയി കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. ആദ്യം നരകത്തിലേക്കാണ് പോയത്. നരകത്തിൽ ചെന്നപ്പം അൾട്രാ മോഡേൺ ആണ് നരകം. ഭൂമിയിൽ നിന്ന് മോഡേൺ മനുഷ്യർ ചത്തുപോകുന്നതൊക്കെ അവിടെയാണ് പോണത്. അപ്പോൾ എല്ലാം വലിയ ടെക്നോളജിസ്റ്റുകൾ അവിടെ, എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുണ്ട് നരകത്തിൽ. എല്ലാ സജ്ജീകരണവും ഭൂമിയേക്കാൾ, ഭൂമിയിലൊരു 7 സ്റ്റാർ ഹോട്ടൽ പോലെയാണ് നരകം. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്താ നരകമൊക്കെ ആകെ മാറിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ നരകത്തിൻ്റെ ചുമതല ഇൻചാർജ് പറഞ്ഞു, ഇപ്പോൾ എല്ലാം വളരെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആൾക്കാരാണ് ഇവിടെ വരുന്നത്, അപ്പോൾ അവരുടെ ടെക്നോളജി പ്രയോഗിച്ച് നരകത്തെ മാറ്റിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് സ്വർഗത്തിലും കൂടെ പോയി നോക്കട്ടെ, എന്നിട്ട് വേണം ചൂസ് ചെയ്യാൻ, ഇതിൽ നല്ലതാണോ അതൊന്ന് ചിന്തിക്കാനാണ്. അവിടെ പോയപ്പം പഴയ പോലെ താടിയും മുടിയും നീട്ടി വളർത്തിയവർ നാമമൊക്കെ ജപിച്ചിരിക്കുക, ഒരു ബോറൻ സ്ഥലം. ഇയാൾ യമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, നരകം മതി. അപ്പോൾ യമൻ പറഞ്ഞു, ഒറ്റ പ്രാവശ്യമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ചാനലുകളിലെ കോടീശ്വരം പദ്ധതി പോലെ കമ്പ്യൂട്ടർ അമർത്തിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് 2-3 വട്ടം ചോദിച്ചു, കമ്പ്യൂട്ടർ ട്രിഗർ ചെയ്യട്ടെ, ഓൺ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, നരകം മതി എന്ന് പറഞ്ഞു. യമൻ പറഞ്ഞു, എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞപ്പോൾ താഴെ നിന്നിരുന്ന സ്ഥലം അങ്ങ് പിളർന്നു. ഇയാൾ ഡിം നരകത്തിൽ പോയി. നരകത്തിൽ പോയപ്പോൾ പഴയ നരകത്തിൽ പോയപ്പം വറവ് ചട്ടിയിൽ ആൾക്കാരെ വറക്കുന്നു, ആൾക്കാരെ കുന്തത്തിൽ കുത്തിയിട്ട് ഫ്രൈ ചെയ്യുന്നു. അങ്ങനെ ദ്രോഹങ്ങളുടെ ഒരു കേളീരംഗം നരകം. ഇയാൾക്കാകെ അത്ഭുതം. ഇയാൾ നേരത്തെ കണ്ട ആ ഇൻചാർജിനോട് ചോദിച്ചു, എന്താ അത്, ഞാൻ നേരത്തെ കണ്ട നരകമല്ലല്ലോ ഇത്, ഇപ്പം എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അതെ ഞങ്ങളുടെ പരസ്യമായിരുന്നു, നിങ്ങൾ നേരത്തെ കണ്ടത് ഞങ്ങളുടെ പരസ്യമായിരുന്നു. അതേപോലെയാണ് നമ്മൾ ഈ ആഹാരക്കടകളിലും മറ്റു പല കടകളിലും കയറുക. പുറത്ത് എന്തൊരു മനോഹരമായ സാധനങ്ങളായിരിക്കും, അകത്ത് കയറിയാൽ ഇതൊന്നും കാണില്ല. അപ്പം അതേപോലെയല്ല, ആഹാരം കാണാൻ ഭംഗിയുള്ളതായിരിക്കണം. ആഹാരത്തെ കാണുമ്പോൾ ഒരു സന്തോഷം വേണം. അതുകൊണ്ട് ആഹാരം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യുക. അപ്പം കണ്ണ് അവിടെ ഉടക്കും. നല്ല ഭംഗിയുള്ളതും കളർഫുള്ളുമാണ് നമ്മുടെ ആഹാരങ്ങളൊക്കെ. വെളുത്ത ചോറ്, ചുവന്ന കൂട്ടാൻ, മഞ്ഞ കൂട്ടാൻ, എന്ത് പച്ച കൂട്ടാൻ, നിറങ്ങളുടെ ഒരു കേളീരംഗമായിരിക്കും നമ്മുടെ ഊണ്. പച്ച ഇലയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ചോറും കറിയും പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചപ്പോൾ കണ്ണവിടെ ഉടക്കി. നല്ല മണമായിരിക്കും. വിവിധ തരത്തിലുള്ള മണങ്ങൾ സംഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന മനോഹരമായ മണം. ചോറിൻ്റെ മണം, അവിയലിൻ്റെ മണം, ഇതിനൊക്കെ തനതായുള്ള മണം വേറെ വേറെയാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു മണം. മൂക്കും അവിടെയായി. തൊടുമ്പം അധികം ചൂടുമില്ല, വല്ലാണ്ട് തണുപ്പുമില്ല. നല്ല പാകമായ ചൂടുള്ള വസ്തുക്കൾ തൊട്ടാൽ തൊലിക്ക് നല്ല സുഖ. തൊട്ട് നോക്കിയാൽ അറിയാതെ. അപ്പം പാകമായ ചൂട്, അപ്പം തൊലിക്ക് സുഖമായി, നല്ല രുചി, നാവിനും സുഖമായി. ഇനി കാതിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ പാശ്ചാത്യ സംസ്കാരം പഠിച്ച് നമ്മൾ വാ തുറന്ന് തിന്നാറില്ല. ഒന്നും പറഞ്ഞാൽ ചിത്തിനുള്ളൂ, വാ തുറക്കുകയല്ല. കാരണം വാ തുറന്ന് തിന്നാൽ കേൾക്കുന്ന ശബ്ദം ടേബിൾ മാനേഴ്സിന് എതിരായത് കൊണ്ട് തണുപ്പ് രാജ്യത്ത് ജീവിക്കുന്ന സായിപ്പിന് വാ തുറക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പാവം വാ തുറന്ന് ആഹാരം കഴിക്കാത്തതും അയാളുടെ ആഹാരത്തിൽ ഒരു സ്പൈസും ഇല്ലാത്തത് കൊണ്ട് നാവിൻ്റെ വിവിധ ഭാഗങ്ങളുടെ ആവശ്യമില്ലാത്തത് കൊണ്ടും അയാൾ വാ തുറക്കാതെ ആഹാരം കഴിക്കുന്നതാണ് ശ്രേഷ്ഠമായ ആഹാര രീതി എന്ന് ധരിച്ച വാ തുറക്കാൻ കഴിയാവുന്ന ട്രോപ്പിക്കൽ റീജിയനിൽ ജീവിക്കുന്ന സ്പൈസി ഫുഡ് കഴിക്കുന്ന നമ്മളും ഇപ്പോൾ വാ തുറക്കാതെ ആഹാരം കഴിക്കുക. ഒരു രുചിയില്ലാത്ത ആഹാരം. നേരെ മറിച്ച് ഈ നല്ല ആഹാരമൊക്കെ അങ്ങോട്ട് ചെന്ന് നാവിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് പോയി വായൊക്കെ ഒന്ന് തുറന്ന് ആ ആഹാരം കഴിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ, ചില ആഹാര പദാർത്ഥങ്ങളെ അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കൊണ്ടാണ് വിശേഷിപ്പിക്കുക. കറന്നിരിക്കുന്ന സാധനം കഴിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഫ്രൈഡാണ്. അപ്പോൾ ശബ്ദം കൊണ്ട് ആഹാരത്തിൻ്റെ പാകത്തെ തിരിച്ചറിയാൻ സാധിക്കും. ആ ശബ്ദത്തെ കേൾപ്പിച്ചുകൊണ്ട് കഴിക്കുമ്പോൾ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, 5 ഇന്ദ്രിയങ്ങളും ഒരു സ്ഥലത്ത് ഏകാഗ്രമായി. ഇന്ദ്രിയങ്ങൾ ഏകാഗ്രമാകുമ്പോൾ മനസ്സ് നിശ്ചലമാവുകയും മനസ്സ് നിശ്ചലമാകുമ്പോൾ ബുദ്ധി തെളിയുകയും ബുദ്ധി തെളിയുമ്പോൾ പരമ്പൊരുളിനെ തിരിച്ചറിയുകയും ചെയ്യും.
ആഹാരം കഴിക്കുമ്പോൾ പോലും പരമമായതിനെ തിരിച്ചറിയുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിയ മഹനീയ സംസ്കാരമാണ് ഭാരതം. ഇതിലെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും നമുക്ക് ഈശ്വരനെ തിരിച്ചറിയുവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഭാരതീയ സംസ്കാരം ജീവിത വിരോധി അല്ല. വളരെ സാഹചര്യം ഉണ്ട് എന്ന് ഇതിൽ മനസ്സിലായി. ഇപ്പം ഈ കോൺസെൻട്രേഷൻ എന്നുള്ള വാക്കിലാണ്, ഇപ്പം ഏകാഗ്രത എന്നുള്ളതിനെ സത്യത്തിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടേണ്ടത്? വൺ പോയിൻറ്റഡ്നെസ് എന്നാണ് കിട്ടേണ്ടത്. വൺ പോയിൻറ്റഡ്നെസ് എന്ന് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വളരെ കുറവാണ്. എല്ലാ പുസ്തകത്തിലും കോൺസെൻട്രേഷൻ ഓഫ് മൈൻഡ് എന്നാ പറയുക, ഫോഴ്സ് ചെയ്യാണ്. എന്നിട്ട് എന്തൊരു ഫോഴ്സിങ്ങാണ് ഇവിടെ നടക്കുന്നത്. മനസ്സ് വല്ലതും അടങ്ങുന്നുണ്ടോ? മനസ്സടങ്ങില്ല. മനസ്സടങ്ങാൻ എന്ത് ചെയ്താൽ മതി? മനസ്സിനെ ഒബ്സേർവ് ചെയ്താൽ മതി. മനസ്സിൻ്റെ പെരുമാറ്റത്തെ നിരീക്ഷണ വിധേയമാക്കിയാൽ മതി. നിരീക്ഷണ വിധേയമായിരിക്കുന്ന കുസൃതി കുഞ്ഞുങ്ങൾ ഏതുപോലെയാണോ അച്ചടക്കമുള്ളവരായി തീരുന്നത്, അതുപോലെ നിരീക്ഷണ വിധേയമായ മനസ്സ് അടങ്ങും. മനസ്സടക്കാൻ ആ ഒരു വഴിയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. സപ്രഷൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തും. അതുകൊണ്ട് ഒബ്സർവേഷൻ അവയർനെസ് ആണ് മനസ്സിനെ അടക്കേണ്ടത്. ആ മനസ്സിനെ അടക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് കൊച്ചു കുട്ടികളെ പോലെ അവിടെ ഇവിടെ ഒക്കെ ഉള്ളതൊക്കെ എടുത്ത് വലിച്ച് വാരിയിട്ട് നശിപ്പിക്കും മനസ്സ്. അതുകൊണ്ട് ഒബ്സർവേഷൻ വേണം. മനസ്സിനെ അടക്കാത്ത പുരുഷന് നാനാവിധ പദാർത്ഥമുണ്ടെന്നുള്ള ഭ്രമം ഭവിക്കുന്നു. അവൻ ആഭരണങ്ങളെ മാത്രമേ കാണുള്ളൂ, സ്വർണം കാണില്ല. അവൻ ഗുണദോഷങ്ങളുള്ളവനായി ഭവിക്കുന്നു. ചിലത് നല്ലതും ചിലത് മോശവുമാണെന്ന് അവൻ ധരിക്കുന്നു. തനിക്ക് മേന്മയുണ്ടാകുമെന്ന് താൻ കരുതുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ളത്, തനിക്ക് ദോഷമുണ്ടാകുമെന്ന് താൻ കരുതുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം ദോഷമുള്ളത്. വാസ്തവത്തിൽ എല്ലാം ഈശ്വരനായതുകൊണ്ട് ഈ ഒരു വിഭജനം ഉണ്ടാകേണ്ട ആവശ്യം ഇല്ല. അതുണ്ടാകുന്നത് മനസ്സ് അടങ്ങാത്തത് കൊണ്ടാണ്. മനസ്സടങ്ങാത്ത ആൾക്ക് ഗുണദോഷങ്ങൾ ഉള്ളവനായി ഭവിക്കുന്നു. ഗുണദോഷ ബുദ്ധിയുള്ളവന് എന്ത് സംഭവിക്കുന്നു? വിഹിത കർമ്മമെന്നും വിഹിതത്തെ ചെയ്യാതിരിക്കലെന്നും നിഷിദ്ധാചരണ രൂപകർമ്മമെന്നും ഭേദം ഭവിക്കുന്നു. ചെയ്യേണ്ടുന്നതായിട്ടുള്ള കർമ്മം, അത് ചെയ്യാതിരിക്കുക എന്ന വേറൊരു കർമ്മം, നിഷിദ്ധമായ കർമ്മം ചെയ്യുക എന്ന മൂന്നാമത്തെ കർമ്മം. കർമ്മം, അകർമ്മം, വികർമ്മം. കർമ്മം വേണ്ടത് ചെയ്യുക, അകർമ്മം വേണ്ടത് ചെയ്യാതിരിക്കുക, വികർമ്മം വിരുദ്ധ കർമ്മം ചെയ്യുക. ഇത് മൂന്നിനും കാരണമാകുന്നത് എന്താ? മനസ്സാണ്. മനസ്സിൻ്റെ ഭ്രമമാണ് അതിന് കാരണമാകുന്നത്. മനസ്സിൻ്റെ ഭ്രമം എന്ന് പറയുന്നത് വാസ്തവത്തിൽ പക്ഷപാതം ആണ്. അതാണ് മനസ്സിൻ്റെ ഭ്രമം. മനസ്സ് സമദൃക്കാണെന്ന് വിചാരിക്കുക. എല്ലാവരെയും തുല്യമായിട്ട് കാണുന്ന ഒരു മനസ്സ് പക്ഷപാതം ഇല്ലാത്ത മനസ്സാണ്. മനസ്സ് തൻ്റെ വരുതിയിലല്ല എന്ന് പറയുമ്പോൾ, മനസ്സ് അടങ്ങാത്തതാണ് എന്ന് പറയുമ്പോൾ, അത് നാനാവിധ പദാർത്ഥങ്ങളിൽ ഭ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ, ചിലതിനെ നല്ലതും ചിലതിനെ ചീത്തയുമാണ് എന്ന് പറയുമ്പോൾ, അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മനസ്സ് പക്ഷപാതത്തോടു കൂടിയതാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സ് പക്ഷപാതത്തോടു കൂടിയതാണ്. കാരണം നമ്മുടെ മനസ്സുകളൊന്നും അടങ്ങിയ മനസ്സുകളല്ല. നമ്മുടെ പക്ഷപാതം എപ്പോഴാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുക? പാകിസ്ഥാനും ചൈനയും ഫുട്ബോൾ കളിക്കുകയാണ്. നമുക്ക് ചൈനയോടും പ്രത്യേകിച്ച് രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ വലിയ ആഭിമുഖ്യമില്ല, പാകിസ്ഥാനോടും നമുക്ക് വലിയ ആഭിമുഖ്യമില്ല. രണ്ടു കൂട്ടരും ഏത് സമയത്തും നമ്മളെ പിടിച്ചടക്കുമോ എന്ന ഭയം നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇവരോട് രണ്ടു കൂട്ടരോടും നമുക്ക് വലിയ പ്രതിപത്തിയൊന്നുമില്ല. ചൈനയും പാകിസ്ഥാനും ഫുട്ബോൾ കളിക്കുന്നത് കാണാനിടയായി എന്ന് വിചാരിക്കുക. ആദ്യത്തെ 5 മിനിറ്റിൽ കൂടുതൽ നിഷ്പക്ഷനായിട്ട് നിൽക്കാൻ സാധിക്കില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ അറിയാതെ ഒന്നുകിൽ ചൈന പക്ഷത്തിലേക്കോ അല്ലെങ്കിൽ പാക് പക്ഷത്തിലേക്കോ നമ്മുടെ മനസ്സ് പോകും. മനസ്സ് പക്ഷപാതത്തോടു കൂടിയതാണ്, അത് ഭ്രമിക്കുന്നതാണ്, അത് സങ്കുചിതത്വത്തോടു കൂടിയതാണ്. അങ്ങനെ ഈ ലോകത്ത് ജീവിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ജീവിക്കണം? സമ്യക് സമദൃക്, സന്തോഷത്തോടുകൂടി, തുല്യതയോടുകൂടി. മനസ്സ് പക്ഷപാതത്തോടു കൂടിയതാണെങ്കിൽ എന്ത് പറയും? ഇത് ചെയ്യേണ്ട കർമ്മം, ഇത് ചെയ്യരുതാത്ത കർമ്മം, ഇത് ചെയ്യേണ്ടത് പക്ഷെ ചെയ്യാതിരിക്കുന്നു എന്ന കർമ്മം. കർമ്മം, അകർമ്മം, വികർമ്മം, ഇത് മൂന്നും മനുഷ്യൻ ഉണ്ടാക്കും. അല്ലെങ്കിൽ എന്താ? ഓരോന്ന് സംഭവിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ.
സംഭവങ്ങൾ ഗുണദോഷമിശ്രിതങ്ങളാകുന്നത് അത് വിവിധ കോണുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഒന്നും ഗുണവുമല്ല ദോഷവും അല്ല. ഉദാഹരണത്തിന്, പാല് കുടിക്കുന്നത് ഗുണമാണോ ദോഷമാണോ? അത് നിങ്ങൾക്ക് ഗ്രഹണിയുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഗ്രഹണി പിടിച്ച ഒരാൾ പാല് കുടിച്ചാൽ, അജീർണം പിടിച്ച ഒരാൾ പാല് കുടിച്ചാൽ, ആ പാല് കുടിച്ചത് കാരണം ഒരു പക്ഷെ മരണത്തിന് വിധേയനായേക്കാം. അതേ സമയത്ത് രോഗം മാറി ആരോഗ്യത്തിലേക്ക് പോകുന്ന ഒരാൾ പാല് കുടിച്ചാൽ അത് ആരോഗ്യദായകം ആയേക്കാം. വാസ്തവത്തിൽ പാല് കുടിക്കുന്നത് ഗുണവുമല്ല ദോഷവുമല്ല. ഒരു കാര്യം ഗുണവും ദോഷവുമാകുന്നത് അതിനെ വീക്ഷിക്കുന്ന ആളെ അപേക്ഷിച്ചിരിക്കും. ആപേക്ഷികമാണ്, സബ്ജക്റ്റീവാണ്.